ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ സെക്കൻഡിലെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം സീരീസ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നതാണ്. എക്സാം സീരീസ് സെക്കൻഡാണ്. ആ സെക്കൻഡിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നുള്ളൂ. പിന്നീട് അതിൽ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക, കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് എ ഫോട്ടോൺ ഓഫ് ലൈറ്റ് ഹാവിങ് എ ഫ്രീക്വൻസി ഓഫ് 2 × 10⁻⁸ സെക്കൻഡ് റേസ് ടു -1. ഇതായിരുന്നു ഈ എക്സാം സീരീസ് സെക്കൻഡ് ആണ്. ആ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ നോക്കണം. എക്സാം സീരീസ് സെക്കൻഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനർജി കാൽക്കുലേഷനാണ്. എനർജി, കാൽക്കുലേറ്റ് ദി എനർജി. എനർജിയുടെ ഇക്വേഷൻ നോക്കാം. E = എനർജിയുടെ ഇക്വേഷൻ E = hν എന്നൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് ഓർക്കണം. H ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇറ്റ്സ് വാല്യൂ. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് വാല്യൂ കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് എന്നാണ്. യൂണിറ്റ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യനെ നോക്കുക. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ന്യൂ ഈസ് ദ ഫ്രീക്വൻസി. ഫ്രീക്വൻസി 2 × 10⁸ സെക്കൻഡ് റേസ് ടു -1. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി എനർജി കണ്ടുപിടിക്കാം. E = 6.626 × 10⁻34 ഇൻറ്റു ന്യൂ വാല്യൂ 2 × 10⁸. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇതും ദിസ് വൺ 6.626 × 2 മൾട്ടിപ്ലൈ ചെയ്യുക. 10 പവറുകൾ ഒന്നിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് മൈനസ്, ഇവിടെ പ്ലസ് ആണ്. ആഡ് ചെയ്തിട്ട് വലതിൻ്റെ ചിഹ്നം നമ്മൾ കൊടുക്കും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.326 × 10⁻⁻25 ജൂൾ എന്നായിരിക്കും നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. അതായത് നമ്മളിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.626 × 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 12, 1 റിമൈൻഡർ 4, 1 5, 12, 1 റിമൈൻഡർ 12, 13. 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുക. ഇവിടുന്ന് 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 13. ആൻസർ കിട്ടുന്നത് 13.252 എന്നാണ് കിട്ടുന്നത്. ഇൻറ്റു 10 പവർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -34.8. ഡിഫറൻസ് എടുത്തിട്ട് വലുതിൻ്റെ ചിഹ്നം നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -26 എന്നാണ് കിട്ടുന്നത്. -26 നമ്മൾ ഒരു പ്ലേസും കൂടി ഇപ്പുറത്തോട്ട് മാറ്റി പോയിന്റ് ഇടുന്നു. ദാറ്റ് ഈസ് 1.326. ദാറ്റ് ഈസ് 326 അല്ലെങ്കിൽ 325 ഇൻറ്റു 10⁻⁻25. ഇത്രയുമായിരിക്കും. യൂണിറ്റ് ഓർക്കണം. എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ആ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദെൻ അടുത്ത ഈ ചാപ്റ്ററിൽ തന്നെ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദി എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. വാട്ട് ഈസ് ദി റേഡിയസ് ഓഫ് ദിസ് ഓർബിറ്റ്? അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി. ഫസ്റ്റ് പോയിന്റ് എനർജി തന്നെയാണ്. എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. എനർജി, ദെൻ അടുത്തതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ റേഡിയസുമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത hν എന്ന് പറയുന്ന ഇക്വേഷൻ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സെക്കൻഡ് ഓർബിറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രാമത്തെ ഓർബിറ്റ് എന്നെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടന്റ് നമ്പർ ഉണ്ട്, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഓർബിറ്റിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന N എന്ന് പറയുന്നത് മെയിൻ ഷെൽ. അപ്പം N = 2 എന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജിയും റേഡിയസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -2.18 × 10⁻⁻18 ഡിവൈഡഡ് ബൈ n² ജൂൾ ആറ്റം റേസ് ടു -1. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. എനർജിക്ക് പല വാല്യൂസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് നമ്മളിപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ് കൊണ്ട് ഈ ഓരോ ഓർബിറ്റിൻ്റെയും എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓർബിറ്റ് മീൻസ് ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് ന്യൂക്ലിയസ് ആണ്. ഇത് കെ ഷെല്ല്, എൽ ഷെല്ല്, അല്ലെങ്കിൽ N = 1 ഷെല്ല്, N = 2 ഷെല്ല് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ഷെല്ലുണ്ട്. അപ്പോൾ ആ ഓരോ ഷെല്ലിൻ്റെയും എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഷെല്ലിൻ്റെ ചോദിച്ചിരിക്കുന്നത് N = 2. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്.
പക്ഷേ ആ ഇക്വേഷൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റിനെയാണ്. അത് മസ്റ്റായിട്ട് ഓർക്കുക. ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജി കാൽക്കുലേഷനുണ്ട്, ജൂളിലുള്ളതുണ്ട്. പക്ഷേ നമ്മൾ പൊതുവേ എനർജിയുടെ ജൂളിലായിരിക്കും എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് പഠിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് ഇച്ചിരി ഈ ഇക്വേഷൻ കാണാതെ നമ്മൾ പഠിച്ചിരിക്കണം. റെയറായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. റേഡിയസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. റെയറായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ഏരിയ ബേസ്ഡും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനും ഒക്കെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നമുക്കതിനകത്ത് പഠിക്കാനുള്ളത് കൊണ്ട് എടുത്തതേ ഉള്ളൂ. പഠിക്കാൻ പറ്റുന്നവർ ഇത് പഠിക്കുക. ദാറ്റ് ഈസ് ഈ -2.18 × 10⁻⁻18 ഡിവൈഡ് ബൈ n സ്ക്വയർ. ഇനി ഡയറക്റ്റ് വാല്യൂ ആണ്. -2.18 × 10⁻⁻18 ഡിവൈഡ് ബൈ എന്നിൻ്റെ വാല്യൂ സെക്കൻഡ് ഷെല്ലിൻ്റെയാണ് 2 സ്ക്വയർ. അത്രയും ജൂൾ ആറ്റം റേസ് ടു -1 എന്ന് വെച്ചാൽ പെർ ആറ്റത്തിൻ്റെ എനർജി ജൂളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഈ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ വാല്യൂ മൈനസ് വാല്യൂ, ദെൻ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. 2.18 ഡിവൈഡ് ബൈ 4 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് 10⁻⁻18 എടുക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.545 ദെൻ ഇൻറ്റു 10⁻⁻18 ജൂൾ ആറ്റം റേസ് ടു -1. ഇതായിരിക്കും ആൻസർ. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തൊന്ന് നോക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ദെൻ ഇവിടെ എന്ന് വെച്ചാൽ എനർജി കാൽക്കുലേറ്റ് ചെയ്ത ശേഷം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദിസ് ഓർബിറ്റ്. ദിസ് ഓർബിറ്റ് മീൻസ് സെക്കൻഡ് ഓർബിറ്റ്. സെക്കൻഡ് ഓർബിറ്റിൻ്റെ റേഡിയസ്, അവിടെ റേഡിയസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. റേഡിയസ് RN ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ ഇൻറ്റു 0.0529 യൂണിറ്റ് ആംസ്ട്രോങ് യൂണിറ്റ്. ഇത് കാണാതെ പഠിക്കുക. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ദെൻ n സ്ക്വയർ സെക്കൻഡ് ഓർബിറ്റിനെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 സ്ക്വയർ. 2 സ്ക്വയർ ഇൻറ്റു 0.0529 4 ഇൻറ്റു ഈ വാല്യൂ. ഇതിനെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2116 ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനകത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. n സ്ക്വയർ ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുക. പിന്നീട് നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഈസ് ഈക്വൽ ടു hν എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടെ വേറൊരു പോയിന്റും കൂടെ ഉള്ളത്. ഈസ് ഈക്വൽ ടു hν അല്ലെങ്കിൽ h ഇൻറ്റു c/λ. ഇങ്ങനൊരു പ്രോബ്ലം ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റ് തരിക, വേവ് ലെങ്ത് തരിക, ഫ്രീക്വൻസിക്ക് പകരം. അങ്ങനെയുള്ള പ്രോബ്ലംസ് ചോദിക്കാം. അതായിരിക്കും സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് ഈ ടൈപ്പ് ഒരു പ്രോബ്ലം ചെയ്തതുകൊണ്ട് അതും ഇതും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഇത് പഠിക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് പഠിക്കുക. ഇനി ഒരു പ്രോബ്ലം കൂടി ഇതിനകത്തുനിന്ന് ഉള്ളതുണ്ട്. അത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. കാൽക്കുലേറ്റ് ദി അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. വെലോസിറ്റിയുടെ അൺസർട്ടനിറ്റി, വെലോസിറ്റി വി ഡിനോട്ട് ചെയ്യും, അൺസർട്ടനിറ്റിയെ കാണിക്കാൻ ΔV കൊടുക്കും. ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുന്ന ചെറിയ പാർട്ടിക്കിളിൻ്റെയാണ്. ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ്റെ അൺസർട്ടനിറ്റി, അതായത് ഈസ് പൊസിഷൻ നമ്മൾ എക്സ്, അൺസർട്ടനിറ്റി കാണിക്കാൻ Δx ഈസ് 1 ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് Δx ഇൻറ്റു Δp ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു h/4π എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങളോട് പരീക്ഷയ്ക്ക് വാട്ട് ഈസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ പ്രിൻസിപ്പിൾ എഴുതുകയും അതോടൊപ്പം ഈ ഇക്വേഷൻ എഴുതുകയും ചെയ്യണം. ഇനി അഥവാ പ്രിൻസിപ്പിൾ മറന്നുപോയാൽ ഈ ഇക്വേഷനെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ പ്രോബ്ലം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ വേണം. അപ്പോൾ എനിവേ ഈ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈക്വൽ സൈൻ ഇടുക. Δx ഇൻറ്റു Δp ഈസ് ഈക്വൽ ടു h/4π എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് ചെയ്യുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേംസ് നമുക്ക് എഴുതാം. Δx തന്നിട്ടുണ്ട്, അൺസർട്ടനിറ്റി പൊസിഷൻ 1 ആംസ്ട്രോങ് യൂണിറ്റ് തന്നിട്ടുണ്ട്. 1 ആംസ്ട്രോങ് യൂണിറ്റ് എടുക്കുക, അതിനെ മീറ്ററിലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് 1 ആംസ്ട്രോങ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻10 മീറ്റർ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. യൂണിറ്റ് കൺവേർഷൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത h ഇസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6 നമുക്കറിയാവുന്ന വാല്യാണ് 6.62 ഇൻറ്റു അല്ലെങ്കിൽ 6.6 എന്ന് എടുത്താലും മതി, -34 ജൂൾ കെൽവിൻ റേസ് ടു -1. ഇനി ഇവിടെ വേറൊരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് Δv ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ടേമിൽ എങ്ങും Δv കാണാനുമില്ല.
അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡെൽറ്റ വി എങ്ങനെ കിട്ടും. ഇത് മൊമെൻറ്റമാണ്. ഡെൽറ്റ പി എന്ന് പറയുന്ന മൊമെൻറ്റമാണ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് നമ്മൾ മൊമെൻറ്റം എന്ന് പഠിച്ചിരിക്കുന്നത്. മാസ് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല. അപ്പം മാസ് ചേഞ്ച് ചെയ്യാത്ത സ്ഥിതിക്ക് വെലോസിറ്റി ആണ് അവിടെ വ്യത്യാസം വരുന്നത്. അൺസർട്ടനിറ്റി വരുന്ന വെലോസിറ്റിയിലാണ്. അപ്പം മാസ് ഇൻറ്റു ഡെൽറ്റ വി ആണ് എന്തെന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനും കൂടി ഓർത്തിരിക്കുക. ഡെൽറ്റ പി ഡയറക്റ്റ് ചിലപ്പം മൊമെൻറ്റം അൺസർട്ടനിറ്റി മൊമെൻറ്റം തന്നാൽ ഡയറക്റ്റ് അങ്ങ് ചെയ്യാം. അതേസമയം അൺസർട്ടനിറ്റി വെലോസിറ്റി തരികയാണെങ്കിൽ അതിനെ നമ്മൾ ഈ രീതിയിൽ കൺവേർട്ട് ചെയ്യണം. മാസ് ഇൻറ്റു ഡെൽറ്റ വി. ഇനി ഇവിടെ നേരം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഡെൽറ്റ എക്സ് ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π എന്നായി. കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ വി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ 4π. ഇതിൻ്റെ കൂടുള്ള ബാക്കി ടേംസ് എല്ലാം ഡിനോമിനേറ്ററിൽ വരും. ഇൻറ്റു മാസ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി നമുക്ക് ഒരു ടേമും കൂടെ വേണം, മാസ് വേണം. മാസ് ഓഫ് ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ടേമാണ്. 9.1 ഇൻറ്റു 10⁻³ ആണ്. ഇതൊന്ന് ഓർത്തിരിക്കണം, ഇലക്ട്രോണിൻ്റെ മാസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 6.6 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈയുടെ വാല്യൂ പൈ 3.14 ഇൻറ്റു മാസ് 9.1 ഇൻറ്റു 10⁻³ ഇൻറ്റു ഡെൽറ്റ എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10⁻10. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതെന്ന് പറയുന്നത് 10 പവർ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യണം. 10⁻34 തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 10⁻34 ഡിവൈഡഡ് ബൈ 10⁻31 ഇൻറ്റു 10⁻10. 10 പവറുകൾ പ്രത്യേകം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരു സൈൻ വരുന്നത് ഡിവൈഡ് ചെയ്തിടണം. അപ്പോൾ റിമെയിൻ ചെയ്യുന്നത് 10⁻3. ഇവിടുത്തെ 31 ഇവിടുത്തെ 31 പോകും. അതിനുശേഷം ബാലൻസ് -3 എന്ന് പറയും. ദെൻ ഇവിടെ എന്ന് പറയുന്നത് 10⁻10 ആണ്. 10⁻10ഉം ഇതും കൂടെ കിട്ടുമ്പോൾ 10⁻7 കിട്ടും. ഡിനോമിനേറ്ററിലാണ് 10⁻7 കിട്ടുന്നത്. അത് ന്യൂമറേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് 10⁻7 ആയിട്ട് മാറും. ഇനി അടുത്ത ടേമുകൾ 6.6 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3.14 ഇൻറ്റു 9.1 ഇത് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു എന്ത് വരും 10⁻7 ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തെഴുതുന്നതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു, നിങ്ങളത് മസ്റ്റായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു 5.77 ഇൻറ്റു 10⁵ എന്ന് കിട്ടും. 5.77 ഇൻറ്റു 10⁵. യൂണിറ്റ് എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഇവിടെ മീറ്ററിലാണ് നമ്മൾ പൊസിഷൻ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ആ പ്രോബ്ലവും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് മതി. എക്സാം സീരീസ് സെക്കൻഡ് എന്ന് പറയുന്ന പോർഷനകത്ത് ഇത്രയും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. കൂടാതെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ഓൾറെഡി ചെയ്ത വീഡിയോസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്ത വീഡിയോസ് ഉണ്ട്. അതുകൂടി നിങ്ങൾ നോക്കണം. സെക്കൻഡ് ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും.